അത് കേൾക്കുമ്പോ നമുക്ക് ശരിയാണ്, ഓ അപ്പൊ നമുക്ക് കുറച്ച് തോന്നും ശരിയല്ലേ, ഞാനിപ്പോ ആ ഒരു ലെവലിൽ തന്നെയുള്ള പേടിക്കണ്ട, ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഇതിലൊരു ഇത് 12 hours എങ്കിലും മിനിമം പഠിക്കണം, അല്ലെങ്കിൽ ഒരു 2 digit റാങ്ക്. എന്റെ മനസ്സിൽ ഇതായിരുന്നു എന്റെ റാങ്ക്. അല്ല അത് കേട്ടോ, നമ്മൾ എത്രത്തോളം ഒരു കാര്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ആയി ഇരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു കാര്യങ്ങളാണ്. ആൾക്കാർ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനൊരു മടിയ 2 digit റാങ്ക് പറഞ്ഞാൽ എങ്ങനെയാ തള്ളലാവും. ആരോടും പറഞ്ഞില്ലായിരുന്നു? ആരോടും പറഞ്ഞിട്ടില്ല. ഞാനിത് 12 hours a day ഇടയ്ക്ക് ഫ്രണ്ട്സ് കാണുമ്പോൾ ചോദിക്കുന്നത് 12 hours a day പഠിക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. 12 മാസം പറയാത്ത വയ്യ. നിങ്ങൾ കൂടെയുള്ള ടീമൊക്കെ ഇവിടെ കാലിക്കറ്റ് RD ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ മാത്രം ഇങ്ങനെ ഡൽഹിയിൽ എത്തിയത്. ചുറ്റുള്ളവരെല്ലാവരും പഠിക്കുകയായിരിക്കും, നമുക്ക് അങ്ങനെ ഉറങ്ങിപ്പോവാനോ അല്ലെങ്കിൽ ശ്രദ്ധ തെറ്റാനോ ഉള്ളൊരു ഗ്യാപ്പ് കിട്ടില്ല. എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. GT കഴിഞ്ഞാൽ ബിരിയാണി അല്ലെങ്കിൽ മന്തി എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കുക. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഫുഡ് സ്പോട്ടൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും. അത്യാവശ്യത്തിലധികം. ഒരു ദിവസം നല്ലോണം പഠിക്കാം, നെക്സ്റ്റ് ഡേ ചിലപ്പോൾ ഭയങ്കര വാഷ് ഔട്ട് ആവും, കരച്ചില് ബഹളം, വീട്ടിലേക്ക് വിളിച്ച് കരയുക, എല്ലാവരോടും ദേഷ്യം വരിക, അങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ഒക്കെ ആയിരുന്നു. പക്ഷേ അതങ്ങനെയാണ്. പിന്നീട് അത് മനസ്സിലായി, ഇത് ഇങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ. ഹാർഡ് വർക്ക് ചെയ്യുക, അതിൽ വേറെ വഴിയില്ല. നമുക്ക് ഈ ഒരു വർഷം നമ്മൾ ചെയ്തേ പറ്റും. ക്വിക്കായിട്ട് ക്വസ്റ്റ്യൻസ് മാറി മാറി പോകണം, ഓപ്ഷൻസ് നമ്മൾ പെട്ടെന്ന് വായിച്ചൊരു കൺക്ലൂഷൻ എത്തണം. ഇതാണ് അവസാനത്തേക്ക് വേണ്ടത്. കണ്ടന്റ് കുറേ പഠിക്കണേക്കാട്ടും കുറച്ച് കണ്ടന്റ് മൾട്ടിപ്പിൾ ടൈംസ് പഠിക്കുക, ഒരു ഡിസിപ്ലിൻ ഇങ്ങനെ പോവുക, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് പതുക്കെ ഡെവലപ്പ് ചെയ്യുക. അതാണ്. പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് സന്തോഷം വരില്ല. അപ്പോൾ അതിനിടയിൽ പോസിറ്റീവ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു ആർട്ടാണ്. RDയിൽ ഉഷാറായിട്ട് 2 വർഷം പഠിക്കാൻ പറ്റട്ടെ. ഇനി 2 വർഷം 3 വർഷം തന്നെ ഉണ്ടല്ലേ. ഹായ് ഓൾ, നമ്മുടെ കൂടെയുള്ള ഡോക്ടർ ചൈതന്യാണ്. ഈ കഴിഞ്ഞിരിക്കുന്ന NEET 2025 ഓൾ ഇന്ത്യ റാങ്ക് 38 ആയിരുന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് 2018 ബാച്ചിലാണ്. തൃശ്ശൂർ തന്നെയാണ് വീട് അല്ലേ? അതെ. ഹായ് ഓൾ, ഞാൻ ഡോക്ടർ ചൈതന്യ ജോഷി. ഓൾ ഇന്ത്യ റാങ്ക് 38 ആയിരുന്നു NEET 2025. ഇപ്പോൾ റേഡിയോ ഡയഗ്നോസിസ് സഫ്ദർജംഗ് മെഡിക്കൽ കോളേജ് ഡൽഹിയിൽ. നിങ്ങൾ കൂടെയുള്ള ടീമൊക്കെ ഇവിടെ കാലിക്കറ്റ് RD ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ മാത്രം ഇങ്ങനെ ഡൽഹിയിൽ എത്തിയത്? അങ്ങനെ ചോദിച്ചാൽ ഞാൻ തൃശ്ശൂർ തന്നെ, വീട് തൃശ്ശൂരാണ്, UG തൃശ്ശൂർ തന്നെ, സ്കൂള് തൃശ്ശൂർ തന്നെ, എല്ലാം തൃശ്ശൂരായിരുന്നു. അപ്പൊ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് മാറ്റി പിടിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ട്. ആക്ച്വലി തൃശ്ശൂരിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലാണോ? അങ്ങനെ മൊത്തത്തിൽ പ്ലാൻഡ് ആയിരുന്നു. എനിക്ക് ഡൽഹിയിൽ പോണം, ഐ മീൻ പുറത്ത് പോകണം എന്നുണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്നൊന്നും ഉണ്ടായിരുന്നില്ല. അന്വേഷിച്ചു വന്നപ്പോ നല്ല കോളേജിൽ നിന്ന് കേട്ടിട്ട് അങ്ങനെ പോയത്. RD പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു? RD എനിക്കിങ്ങനെ, ഞാൻ പഠിക്കുമ്പോ ആദ്യമേ RD അല്ലെങ്കിൽ മെഡിസിൻ കിട്ടാനുള്ള റാങ്ക് വേണം, പിന്നെ തീരുമാനിക്കാന്നുള്ളൊരു ഇതായിരുന്നു. മെഡിസിൻ ഇഷ്ടമായിരുന്നു ഭയങ്കരമായിട്ട്. പിന്നെ വർക്ക് ലൈഫ് ബാലൻസും അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു വന്നപ്പോൾ RDയിലേക്ക് മാറി. ഇപ്പൊ എങ്ങനെ പോകുന്നു ഫസ്റ്റ് ഇയർ ലൈഫ്? ശരിക്കും പറഞ്ഞ റെസിഡൻസിയിൽ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ഇപ്പൊ കുറച്ചിങ്ങനെ സ്റ്റാർട്ടിംഗ് തുടങ്ങണേ ഉള്ളൂ. എമർജൻസി ഡ്യൂട്ടി ഒക്കെ കുറച്ച് വന്നു തുടങ്ങി. ഇപ്പം നിങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീൻസ് നിങ്ങളെ കൂടുതലുള്ള റാങ്കുള്ള ആള് 20th റാങ്ക് കാലിക്കറ്റ് ആൻ എടുത്തത്, പിന്നെ 33 ആക്കിഫ് കാലിക്കറ്റ് RD, ജസ്മരിയ കാലിക്കറ്റ് RD, റിസ തൊട്ടടുത്ത റാങ്ക് വരുന്നത് 82 ആണ് അല്ലേ? റിസ കാലിക്കറ്റ് RD ഉണ്ട്. പിന്നെ ജിനുഷ് 38. നിങ്ങൾ മാത്രമാണ് മിസ്സിംഗ്. ആറ്റ്ലിൻ ഉണ്ട്. പിന്നെ അങ്ങോട്ട് കുറെ പേരുണ്ടല്ലോ, കാലിക്കറ്റിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ പഠിക്കുമ്പോൾ എല്ലാവരും ആദ്യം തന്നെ അറിയാം, റിസൾട്ടിന് മുന്നേ തന്നെ അവരൊക്കെ അറിയായിരുന്നു. ആറ്റ്ലിൻ ജെസ് ഒക്കെ നമ്മളൊരു റീഡിംഗ് റൂമിലായിരുന്നു, അപ്പോൾ നല്ലോണം അറിയായിരുന്നു. പഠിക്കുന്ന നല്ലൊരു എന്താണ് അന്ന് മുതൽ തന്നെ പഠിക്കാൻ നല്ല കോമ്പറ്റീഷൻ തന്നിരുന്ന ടീമായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും തോന്നുന്നുണ്ടോ അവിടെ ഇങ്ങോട്ട് വരായിരുന്നു, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കായിരുന്നു? ആദ്യത്തെ ഒരാഴ്ച ഇങ്ങനെ ഒരു ഹോം സിക്നെസ് ഒക്കെ തോന്നുമല്ലോ, അപ്പൊ ഇങ്ങനെ തോന്നുമ്പോ വേണ്ടായിരുന്നു. പിന്നെ ഭയങ്കര തണുപ്പൊക്കെ വന്നപ്പോ, പക്ഷെ അവിടെ രസമുണ്ട്. എനിക്ക് തോന്നുന്നു അതിനെക്കാളും കൂടി അട്രാക്റ്റീവ് ആയിട്ട് സ്റ്റൈപ്പൻഡാ തോന്നുന്നു അല്ലേ? ഭയങ്കര ഒരു ഫാക്ടർ ആയിരുന്നു. 1.2 ഐ തിങ്ക്. ഇപ്പൊ എന്താ പുതിയ ഇംപ്രൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ എത്ര ആവും? അത് അറിയില്ല, പല എസ്റ്റിമേറ്റും പറയുന്നുണ്ട്. എന്നാലും ഏകദേശം ഒരു കേൾക്കാൻ രസത്തിന് വേണ്ടിട്ട് 1.4 ഒക്കെ കിട്ടും. 1.4 ഒക്കെ വരുമെന്നുള്ളത്. കേരളത്തിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ 55 or 65 എത്ര ഉണ്ടായിരുന്നു? ഇപ്പം 60 ആണെന്ന് തോന്നുന്നു. 56-60 ആറ്. ഓക്കെ, എന്നാലും നമ്മൾ മെയിൻ ഇന്റർവ്യൂ പാർട്ടിലേക്ക് നീങ്ങി കഴിയുക. എന്തായിരുന്നു പ്രിപ്പറേഷൻ സമയത്തുള്ള ഇൻ ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരു നെറ്റ്ഷെല്ലിൽ പറയാല്ലേ, എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ PGന്റെ? എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബാട്ടിയ ഞാൻ ഓൾറെഡി കോളേജിൽ നിന്ന് ഡിസൈഡ് ചെയ്തിരുന്നു ഗ്രാജുവേഷൻ്റെ സമയത്ത് എല്ലാവരും എടുത്തപ്പോൾ. പിന്നെ അതിൽ മെയിൻ ആയിട്ടുള്ള എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഫേസ് ടു ഫേസ് എടുത്തത് തന്നെയാണ്. ഫേസ് ടു ഫേസ് എടുത്തപ്പോൾ അവിടെ ഇങ്ങനെ എല്ലാവരും ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കണു, സ്ട്രക്ചേർഡ് ആയിട്ട് ടൈം ടേബിൾ പോണു. ഇങ്ങനെ വീഡിയോ കണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പഠിക്കില്ല, ഉഴപ്പിപ്പോവും, ഡിസ്ട്രാക്റ്റഡ് ആവും. പിന്നെ ഇവരിങ്ങനെ ഫ്രണ്ടിൽ തന്നെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ കണ്ട് ഭയങ്കര ഈ സാർ ആ സാർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്ന് കണ്ടവര് നേരിട്ട് വന്ന് പഠിപ്പിക്കുമ്പോൾ അത് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ഈ ഓഫ്ലൈൻ ആയിട്ട് വന്ന് പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെതായ പ്രഷേഴ്സ് ഉണ്ടാവില്ലേ?
അപ്പോൾ അതെ, ചുറ്റുള്ളവരെല്ലാവരും പഠിക്കുകയായിരിക്കും. നമുക്ക് അങ്ങനെ ഉറങ്ങിപ്പോവാനോ അല്ലെങ്കിൽ ശ്രദ്ധ തെറ്റാനോ ഉള്ളൊരു ഗ്യാപ്പ് കിട്ടില്ല. പിന്നെ PCTs ഒക്കെ ഇവർ ഫോളോ അപ്പ് ചെയ്യുന്നു നല്ലോണം. മെന്റർഷിപ്പും ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മളൊന്ന് ഉഴപ്പാന്ന് വിചാരിച്ചാൽ ഒരു സമ്മതിക്കില്ല, പിന്നീന്ന് ഇങ്ങനെ പുഷ് ചെയ്യും. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു ഇവിടെ ഫേസ് ടു ഫേസിൽ. അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമായിരുന്നു. ഓക്കെ, ക്ലാസ് ഒക്കെ ഇടയ്ക്ക് മിസ്സായി പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്തിരുന്നു? ക്ലാസ് ഇടയ്ക്ക് ഇങ്ങനെ മിസ്സായി പോയിട്ടൊക്കെ ഉണ്ട്, വയ്യാണ്ട് വീട്ടിൽ ചില ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ അങ്ങനെ ഇങ്ങനെയൊക്കെ. എത്ര ക്ലാസ് മിസ്സായി പോയിട്ടുണ്ടോ? മിസ്സാവല് കുറവായിരുന്നു. ഞാൻ മിക്കവാറും മേ ബി നിങ്ങളെ ഞാൻ ഓരോ കാര്യം ചോദിക്കുന്നത്, മേ ബി നിങ്ങൾ ഇന്റർവ്യൂസ് കണ്ട് അത് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഇയർ ബാച്ച് ആവും. ഈ വർഷത്തെ ബാച്ചിന് ക്ലാസ് ഒക്കെ ഓൾമോസ്റ്റ് എൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കുറേ കൺസേൺസ് ഉണ്ട്, ഇത് എങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബാക്ക്ലോഗ്സ് വന്നത് എങ്ങനെ ഡീൽ ചെയ്യായിരുന്നു. അതായത് റഷായി ക്ലാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ബാക്ക്ലോഗ്സോ അല്ലെങ്കിൽ പെൻഡിങ്ങോ അല്ലെങ്കിൽ ക്ലാസ് മിസ്സിംഗ് ഒക്കെ വന്നാൽ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും? ക്ലാസ് മിസ്സിംഗ് വന്ന മാക്സിമം മിസ് ആവാണ്ട് നോക്കും. അതാണ് ആദ്യത്തെ കാര്യം. മിസ് ആവുന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ നെക്സ്റ്റ് സബ്ജക്റ്റിന് മുന്നത്തെ ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിൽ തന്നെ റെക്കോർഡഡ് വീഡിയോസ് സെയിം പാർട്ടിയ 1-ലൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ആ വീഡിയോ വെച്ച് കണ്ടിട്ട് കോമ്പൻസേറ്റ് ചെയ്യും. അതാണ്. പിന്നെ അല്ലെങ്കിൽ ലൈവ് ബാച്ചിൽ ഫ്രണ്ട്സിന്റെ ബോറോ ചെയ്തിട്ട് അതിന്റെ ക്ലാസ് കേട്ട് തീർക്കും. പക്ഷെ അതിന്റെ കൂടുതൽ വന്നില്ല എന്നാണ്, ആകെ 1-2 ക്ലാസ്സുകൾ മാത്രമാണ്. പക്ഷെ ഇത് ഇങ്ങനെ ഉണ്ടാവുന്നതുകൊണ്ട് ടൈറ്റ് പാക്ക് ചെയ്ത് നമ്മൾ കൂടുതൽ പുഷ് ചെയ്യുന്നല്ലേ? അതാ, അങ്ങനെ ക്ലാസ് ഇങ്ങനെ സ്കെഡ്യൂൾ ആയിട്ട് പോകുമ്പോൾ നമ്മൾ വേഗം തീർത്ത് പോകാൻ നോക്കും, അധികം ലാഗ് വരാണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ കോച്ചിങ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അറിയാം നല്ല റാങ്ക് വാങ്ങണം, നമുക്ക് നന്നായി പഠിക്കണം, ഇതെല്ലാവർക്കും യൂണിവേഴ്സിറ്റി അറിയുന്ന കാര്യമാണ്. ബട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് മനസ്സിലായ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുമോ? അതായത് എനിക്കറിയാം PG കോച്ചിങ് ബുദ്ധിമുട്ടാണ്, നന്നായി പഠിക്കണം, നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം, ഇതല്ലാണ്ട് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം മനസ്സിലാക്കി ചില അങ്ങനെ ഒരുപാട് തിരിച്ചറിവുണ്ടായിരുന്നു. എന്താണ്? ആദ്യം തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ എല്ലാ സബ്ജക്റ്റിന്റെ എല്ലാ കാര്യവും പഠിക്കും, എല്ലാ ടോപ്പിക്കും തറവാക്കിയിട്ടേ പഠിക്കുള്ളൂ എന്ന് ഒന്നാമത്തെ കാര്യം. പിന്നെന്ന് വെച്ചാൽ ഒരു 1000 പ്ലാറ്റ്ഫോമിൽ 1000 ഫാക്കൽറ്റി 1000 രീതിയിൽ പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ചു ഇന്ന പ്ലാറ്റ്ഫോമിൽ ഇന്ന സബ്ജക്ട് അങ്ങനെയൊക്കെ പഠിക്കാന്ന്. അതൊരു ഭയങ്കര തെറ്റിദ്ധാരണയായിരുന്നു. പിന്നെ എല്ലാ സബ്ജക്റ്റിലും എല്ലാം പഠിക്കാന്നുള്ളത്, അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ക്യൂ ബാങ്കും ഞാൻ സോൾവ് ചെയ്യും, അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. പിന്നെ തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ 100% എഫേർട്ട് ഇട്ട് ഇങ്ങനെ പോവും, ഫുൾ കോൺഫിഡൻസിൽ പോകുന്ന അതൊന്നും പോസിബിൾ അല്ല എന്നുള്ളത് പോസിബിൾ അല്ല മനസ്സിലായി. ഇപ്പൊ എങ്ങനെയായിരുന്നു ഒന്ന് റിയാലിറ്റി ചെക്ക് പറയുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു? ഷോർട്ട് ആയിട്ട് പറയും, മേ ബി 1 or 2 minutes എടുത്ത് കഴിഞ്ഞിട്ട് തുടക്കം മുതൽ എൻഡ് വരെ പറയുകയാണെങ്കിൽ വിത്ത് റെഫറൻസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, പഠിക്കുന്ന ഹവേഴ്സ് ആൻഡ് ഓൾസോ ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ്. അങ്ങനെ പറഞ്ഞാൽ തുടക്കത്തിലൊക്കെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അധികം വന്നിട്ട് അന്നു പഠിപ്പിച്ചത് പഠിക്കും. ക്വസ്റ്റ്യൻസിന്റെ എണ്ണം ഒരു 30 എന്നൊക്കെ തുടങ്ങിയത് സ്റ്റാർട്ടിങ്. പിന്നെ പതുക്കെ ഒരു 1 month കഴിയുമ്പോൾ 50 questions a day ക്ലാസ് ഉള്ള സമയങ്ങളിൽ ചെയ്യുമായിരുന്നു. പിന്നെ ഒരു 2-3 months കഴിഞ്ഞിട്ട് ഒരു 100 questions ട്രൈ ചെയ്യുമായിരുന്നു. അങ്ങനെ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ അത്രയ്ക്ക് എത്തിയില്ലെങ്കിൽ 50 to 100 ഇടയിൽ അങ്ങനെ പോകും. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ശരിക്കും ക്വസ്റ്റ്യൻ നമ്പർ നല്ലോണം കൂടാൻ തുടങ്ങി. ജനുവരി ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാ ക്ലാസ്സും കഴിഞ്ഞു. ഒരു ഫസ്റ്റ് റീഡ് തുടങ്ങിയ സമയത്ത് ഒരു 100 question per day 100 to 200 ഇടയിൽ പിടിച്ചിരുന്നു. പിന്നെ ഒരു 2-3 റിവിഷൻസ് കഴിഞ്ഞിട്ട് ഒരു 300 to 400 questions a day എന്നുള്ള രീതിയിൽ പോകും. എക്സാം എന്റെ മാക്സിമം 400, കൂടുതൽ അങ്ങനെ പോയിട്ട് പഠിക്കാൻ ഒരു 14 hours a day മാക്സിമം, 12 to 14. ഓക്കെ, എല്ലാ ദിവസവും അത്ര തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താണ്? ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ സൺഡേസ് വീക്കെൻഡ് GT ഡേ ആണ്, അപ്പൊ GT റിവ്യൂ, പിന്നെ അന്ന് കുറച്ച് ഉഴപ്പൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ബാക്കി ദിവസങ്ങള് ഫുഡ് അടിക്കാൻ പോകുന്നു. എനിക്കത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. GT കഴിഞ്ഞാൽ ബിരിയാണി അല്ലെങ്കിൽ മന്തി എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കുക, കുറച്ചൊന്ന് ബ്രേക്ക് എടുക്കൊന്ന് ഉറങ്ങും, എന്നിട്ട് പിന്നെ അപ്പോ റിവ്യൂ ചെയ്യാനൊരു ഉത്സാഹമാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഫുഡ് സ്പോട്ട്സ് ഒക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും. അത്യാവശ്യത്തിലധികം. ഈ വർഷത്തെ പിള്ളേർ നോക്കുമ്പോൾ ഫുഡ് സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് തന്നെ പഠിക്കണ്ടോ എന്നുള്ളതാണ് ഡൗട്ട് വരുന്നത്. അത് രണ്ടും കൂടെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയാൽ ഭയങ്കര നല്ലതാണ്. ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അല്ലേ? അതായത് എന്തെങ്കിലും ഒരു കാര്യപ്പെട്ട വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം സെൽഫായിട്ട് റിവൈഡ് ചെയ്താൽ മതി എന്നുള്ളത്. ഇവിടെ ആണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളും ഉണ്ട് പോയി കഴിക്കാൻ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ സ്ഥലങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ? അങ്ങനെയൊക്കെ പറഞ്ഞ TNDയിലെ ഷവർമ, പിന്നെ ഇതാ ഫേമസിലെ ബിരിയാണി, അങ്ങനെ പാരഗണിലെ ബിരിയാണി. ഓഫ് കോഴ്സ് ഭയങ്കര തിരക്കാ, അതുകൊണ്ട് പിന്നെ പാരഗൺ പോലും, അതുകൊണ്ട് ഫേമസിൽ ഫേമസ് അഡ്ജസ്റ്റ്. പിന്നെ ഫേമസ് ചെയ്ത് കുറ്റിക്കാട്ടൂർ ഫേസ് ടു ഫേസിന്റെ അടുത്ത് തന്നെ പിന്നെ നല്ല ബിരിയാണി. ഫുഡ് വ്ളോഗായി. പിന്നെ ബേക്കർ ആൻഡ് കോല ചീസ് കേക്ക് അടിപൊളിയാ. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് അവിടെ നമ്മുടെ സനയുടെ അപ്പുറത്ത് ഒരു പുതിയ സ്ഥലം തുടങ്ങിയിരുന്നു. എന്റെ പേരെന്താ, സിങ് ബൈറ്റ്സ് എന്ന് പറഞ്ഞേ. അവിടത്തെ കുറെ സാധനങ്ങൾ അടിപൊളിയാ. സ്റ്റാർട്ടേഴ്സ്. ഞങ്ങൾ റീഡിംഗ് റൂം അവിടെ ആയിരുന്നു, അപ്പൊ എന്നും അവിടെ പോയിട്ട് കഴിക്കുമായിരുന്നു.
ടോപ്പിക് വളരെ തെന്നി മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹവേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്പർ ഐഡിയ കിട്ടി. ഇതിൻ്റെ കൂടെ തന്നെ എങ്ങനെയാണ് ഇമോഷൻസ്, എങ്ങനെ എല്ലാവർക്കും അറിയാം പല ഫ്ലക്ച്വേഷൻസ് വരും, എത്രത്തോളം ഉണ്ടായിരുന്നു അതിൻ്റെ റിയാലിറ്റി? ഇങ്ങനെ ഞാൻ അല്ലെങ്കിൽ കുറച്ച് ഇമോഷണലാണ്. അതിന്റെ ഇടയിൽ സ്ട്രെസ് വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ പഠിച്ചെത്തില്ല. പിന്നെ അതിന്റെ ഇടയിൽ വേറെയും കുറെ പേഴ്സണൽ കാര്യങ്ങൾ അതൊക്കെ നടക്കും. അപ്പൊ മൊത്തത്തില് ഭയങ്കര ഡൗൺ ആയി. ഇങ്ങനെയുള്ള ഒരു സൈക്കിളായിരുന്നു. ഒരു ദിവസം നല്ലോണം പഠിക്കാൻ, നെക്സ്റ്റ് ഡേ ചിലപ്പോൾ ഭയങ്കര വാഷ് ഔട്ട് ആവും, കരച്ചില് ബഹളം, വീട്ടിലേക്ക് വിളിച്ച് കരയുക, എല്ലാവരോടും ദേഷ്യം വരിക, അങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ഒക്കെ ആയിരുന്നു. പക്ഷെ അതങ്ങനെയാണ്. പിന്നീട് അത് മനസ്സിലായി ഇത് ഇങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ. ഞാൻ ചോദിക്കാൻ വിചാരിച്ച ക്വസ്റ്റ്യൻ തന്നെ അതായിരുന്നു. പ്രിപ്പറേഷന്റെ സമയത്തൊക്കെ ഏകദേശം എത്ര തവണ കരഞ്ഞിട്ടുണ്ടോ? പ്രിപ്പറേഷൻ റിലേറ്റഡ് കേട്ടോ. അയ്യോ, എന്റെ റൂംമേറ്റിനോട് ചോദിച്ചറിയാം, ഒരുവിധം ഒരു 10-30 വട്ടെങ്കിലും മിനിമം കരഞ്ഞിട്ടുണ്ടാവും. എല്ലാ ആഴ്ചയിലും ഒരു വട്ടം എന്നുള്ള രീതിയിൽ മിനിമം കരയും. മാർക്ക് കുറയുമ്പോഴാണോ അല്ലെങ്കിൽ വിചാരിച്ച പോലെ പഠിക്കാൻ പറ്റാനിട്ടാണോ, എന്താ ഉണ്ടാവുക? പല കാരണങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ മാർക്ക് കുറയും, ചിലപ്പോൾ പഠിച്ച പോലെ എത്തില്ല, ചിലപ്പോൾ എനിക്ക് ഇന്ന ഫംഗ്ഷന് പോകാൻ പറ്റിയില്ല, പല കാര്യങ്ങളും മിസ് ഔട്ട് ചെയ്തു. പിന്നെ ഇത് എന്നെ കൊണ്ട് പറ്റുമോ, അങ്ങനെ കുറെ സെൽഫ് ഡൗട്ട് വരും. ഒരുപാട് പഠിച്ചതൊന്നും ആൾക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ റാങ്കിൽ ബാക്കിയുള്ളവർക്ക് എത്രത്തോളം വന്നിട്ടുണ്ടാവണം? എല്ലാവർക്കും ഇത് എങ്ങനെ ഓർക്കും ചെയ്യും? അത് ഓർക്കും ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക, പിന്നെ റീഅഷ്യൂർ ചെയ്യാം. നമ്മൾ ചെയ്യണം, നമ്മൾ മാക്സിമം എഫേർട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെയാന്ന് വെച്ചാൽ ഒരു സർക്കിൾ ഉണ്ടാക്കുക, ഒരു നല്ലോണം പഠിക്കുന്ന നമ്മളെ പോലെ ഒരുമിച്ച് പോകാൻ പറ്റുന്ന കുറച്ച് പേര്. അപ്പൊ നമുക്ക് എന്ത് വറീസ് വന്നാലും അവരോട് സംസാരിക്കാം. പിന്നെ നമ്മുടെ സീനിയേഴ്സും മെന്റേഴ്സ് ഉണ്ട്, അവരെ ഭയങ്കരമായിട്ട് റിലേ ചെയ്യുക. എന്ത് വിഷമം തോന്നിയാലും അവരോട് പറയാം. അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരും ഇത് ഇങ്ങനെ തന്നെയാണ്, അവർ ഇതിൽ കൂടെ ഒക്കെ തന്നെ കടന്നു പോയത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണ്, അപ്പൊ നമുക്ക് കുറച്ച് തോന്നും ശരിയല്ലേ, ഞാനിപ്പോ ആ ഒരു ലെവലിൽ തന്നെയുള്ള പേടിക്കണ്ട, ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഒരു പ്രയാസം ഫീൽ ചെയ്തപ്പോ ഇതേ പ്രയാസം തന്നെ അവരും ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സും സീനിയേഴ്സും ഒരേ കാര്യം തന്നെ പറയണം. അപ്പൊ മനസ്സിലാവും ഇത് നോർമലാണ്. ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ കുറച്ച് പ്രയാസങ്ങൾ ഓർമ്മ വരുന്നേ? ഒരു കാര്യം, GT സ്കോർ അധികം കൂടുന്നില്ല. പിന്നെ GT സ്കോർ കൂടിയ പെർസെന്റേജ് കുറയും. അപ്പൊ ഈ റാങ്ക് കുറയും, സ്കോർ കൂടും, റാങ്ക് കുറയും. പിന്നെ ചില സബ്ജക്ട് നമ്മളിങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് പഠിച്ച് ഈ ആഴ്ച ഞാൻ ഈ സബ്ജക്റ്റിൽ അടിപൊളിയാക്കും എന്നൊക്കെ പറഞ്ഞു പോകും. എന്നിട്ട് അതിലായിരിക്കും ഏറ്റവും കൂടുതൽ തെറ്റുക. അപ്പൊ ഒരു റിയലൈസേഷൻ ഉണ്ട്, എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ എന്നുള്ളൊരു സാധനം. അങ്ങനെ പിന്നെ മെയിൻ ആയിട്ട് ഇത് പറ്റുമോ, ആ ദിവസം ഇനി എന്താവും, എക്സാമിനോട് അടുക്കുമ്പോ പിന്നെ ആ ദിവസത്തെ കുറിച്ചുള്ള ടെൻഷൻ ആയിരിക്കും, അന്നത്തെ ദിവസം പെർഫോം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. GT സ്കോർ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്തിരുന്നത്? എവിടെ മുതൽ എവിടേക്കാണ്? എന്റെ ബേസ് ലൈൻ ഞാൻ ആദ്യമായിട്ട് ഒരു GT കൊടുത്തപ്പോ 90 80 അങ്ങനെ എന്തോ ഒരു സ്കോർ ആയിരുന്നു. നവംബറിൽ അങ്ങാണ്ടെന്ന് തോന്നുന്നു, ഒക്ടോബർ നവംബർ തുടങ്ങിയ സമയത്ത് അന്ന് മന്ത്ലി വൺസ് അല്ലേ GT കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു സ്കോർ ആയിരുന്നു. പിന്നെ പതുക്കെ ഫസ്റ്റ് റീഡ് ജനുവരിയിൽ ഒരു 100 ഒക്കെ എത്തിണ്ടായി. പിന്നെ ഫസ്റ്റ് റിവിഷൻ കഴിഞ്ഞപ്പോ ഒരു 120. ഓക്കെ, റിവിഷന്റെ കാര്യം ഏതായാലും ചോദിക്കുന്നുണ്ട്, ഏതായാലും വരാം. പിന്നെ ഈ GT സ്കോർ അപ്പം വീക്കിലി തന്നെ ചെയ്യാറുണ്ടായിരുന്നോ? ആദ്യം മന്ത്ലി ആയിരുന്നു. ക്ലാസ് കഴിയാറായപ്പോ പിന്നെ 2 വീക്ക്ലി ഒക്കെ ഉണ്ടായിരുന്നു. ഡിസംബർ നവംബർ ഒക്കെ ആയപ്പോ 2 വീക്ക്ലി 3 വീക്ക്ലി അങ്ങനെ. പിന്നെ റിവിഷൻ തുടങ്ങി കഴിഞ്ഞപ്പോ, ക്ലാസ് കഴിഞ്ഞ് റിവിഷൻ തുടങ്ങിയപ്പോ എല്ലാ ആഴ്ചയിലും ഒരു GT നിർബന്ധമായിട്ട് ചെയ്യും. കമ്പ്യൂട്ടർ ബേസിലോ മൊബൈലോ എങ്ങനെ ചെയ്യാം? ആദ്യം ടാബിൽ തന്നെ ചെയ്തിരുന്നത്. എക്സാമിന് ഒരു 2 മാസം മുന്നേ തൊട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇവിടെ കാലിക്കറ്റ് സെന്ററിൽ ബേസ് ചെയ്ത് ഇപ്പം എനിക്ക് തോന്നുന്നു ഫേസ് ടു ഫേസിലോ അതിന് കമ്പ്യൂട്ടർ സിസ്റ്റം കീപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിൽ ചെറിയൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്, കുട്ടികൾ ബുക്ക് ചെയ്യണമല്ലോ, അങ്ങ് ഫ്രീ ആക്കാനും പറ്റൂല. അപ്പം ഞങ്ങൾ 50 രൂപ എക്സാമിന് കീപ്പ് ചെയ്തു. ബട്ട് അതും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്, നമ്മൾ കീപ്പ് ചെയ്തു. 2000 റുപ്പീസ് വരെ എക്സാം എഴുതി കഴിഞ്ഞാൽ, അത് കുറേ എഴുതാൻ വേണ്ടിയിട്ടാണ്, എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ 2000 റുപ്പീസ് റിട്ടേൺ തരാം. അപ്പോൾ പിള്ളേർ ഇത് എങ്ങനെ കണ്ടെന്ന് വെച്ചാൽ ആദ്യം തന്നെ 2000 റുപ്പീസ് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ അവസാനം തിരിച്ചു വാങ്ങിച്ചോളാം, എനിക്ക് സമയം ഇഷ്ടമുണ്ടാകുമ്പോൾ എഴുതാലോ. പക്ഷേ ബേസിക്കലി അവിടെ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഓരോന്നിങ്ങനെ എഫേർട്ട് ഇടണല്ലേ, അല്ലാണ്ട് നമുക്ക് പോയിട്ട് എഴുതാൻ പറ്റൂല. കാരണം ഒരു ദിവസം എക്സാം എഴുതാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച് തീരട്ടെ എന്ന് വിചാരിക്കും. പോയി എഴുതി കഴിഞ്ഞാൽ നെഗറ്റീവ് ഫീൽ ഉണ്ടാവും അല്ലേ. GT സ്കോർ വെൽ പ്രിപ്പയർഡ് അല്ലാണ്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ വിഷമം പിന്നെ താങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം നേരത്തെ ചോദിച്ചു വന്നതായിരുന്നു GT സ്കോറിലുള്ള ഫ്ലക്ച്വേഷൻസ് പിന്നെ എങ്ങനെ ഇൻക്രീസ് ചെയ്തു? പിന്നെ എനിക്ക് ഫസ്റ്റ് റിവിഷൻ കഴിഞ്ഞ് സെക്കൻഡ് റിവിഷൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ മേലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഒരു 120 130 140 വരെയൊക്കെ ഇങ്ങനെ പോയി. 140 എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പ്ലാറ്റോ വന്നു. പിന്നെ കുറേ നാൾ 140, ചിലപ്പോൾ 135 ആവും, ചിലപ്പോൾ ഒരു 150 എത്തും. എന്നാലും ഒരു 140 തന്നെ ഒരു 1.5 മാസം ഒരു സൈക്കിൾ മൊത്തം അങ്ങനെ തന്നെ നിന്നു. പിന്നെ INI എത്താറൊക്കെ ആയപ്പോഴാണ് പതുക്കെ 150 160 ആ ഒരു റേഞ്ചിൽ. എന്റെ മാക്സിമം സ്കോർ മേ ബി 165 അങ്ങനെ ഒരു റേഞ്ച് ആയിരുന്നു. നീറ്റിൽ 175 ഉണ്ടായിരുന്നു, അത് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു +10 അങ്ങനെ ലാസ്റ്റിലേക്ക് കിട്ടിയല്ലേ. ബട്ട് അതുവരെ കൺസിസ്റ്റന്റ് ആയിട്ട് അതിൽ കീപ്പ് ചെയ്ത് പോയി എന്നുള്ളതാണ്. അവസാനത്തെ റിവിഷൻ കൂടി ചെയ്യുമ്പോൾ എന്തായാലും
ഒരു പ്രോഗ്രസ്സിന് അവിടെ ഫീസിബിൾ ആയിരിക്കും. ഈ ഫസ്റ്റ് റിവിഷൻ സെക്കൻഡ് റിവിഷൻ പറഞ്ഞില്ലേ, അത് എങ്ങനെ എത്രത്തോളം എങ്ങനെ തന്നെയാണ്, അതങ്ങനെ തന്നെ ഓർഡർലി കൊണ്ടുപോയതാണോ അല്ലെങ്കിൽ എങ്ങനെയാണ്? ഓർഡർ നമുക്ക് ഓൾറെഡി പറഞ്ഞിരുന്നു മെന്റേഴ്സ് ഒക്കെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്ര ദിവസമേ കൊടുക്കാൻ പാടുള്ളൂ ഫസ്റ്റ് റിവിഷന്, അതിന്റെ ഉള്ളിൽ ഫസ്റ്റ് റീഡ് തീർക്കണം, അങ്ങനെ ഒരു നമ്പർ ഓഫ് ഡേയ്സ്. അത് ആക്ച്വലി നിങ്ങൾ ഫസ്റ്റ് റീഡ് ആയിരുന്നു, കാരണം പല സബ്ജക്റ്റിന്റെ ഗ്യാപ്പിൽ തന്നെ അതിന്റെ പിന്നെ റീഡ് ചെയ്യുന്നില്ലേ? ഞാൻ ഉദ്ദേശിച്ച ആദ്യമായിട്ട് ഫസ്റ്റ്, അതായത് നമ്മൾ ടോട്ടൽ സബ്ജക്ട് കഴിഞ്ഞിട്ടുള്ള റിവിഷനിലെ ഫസ്റ്റ് റിവിഷൻ എന്നാണ് ഉദ്ദേശിച്ചത്. കാരണം അങ്ങനെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പോയിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഒന്നും ചെയ്യാണ്ട് പിന്നെ ഒരു ഫസ്റ്റ് റീഡിങ് വേണ്ടി നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനെ തന്നെ കേട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ പറയുമ്പം അതിന് തെറ്റിദ്ധരിച്ചിരിക്കുന്നതാന്ന് തോന്നുന്നു. കാരണം അതുവരെ റീഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതുവരെ ക്ലാസ് കഴിയുമ്പോൾ ഒരു റീഡിങ് മാത്രമാണോ കൊണ്ടുപോയത്? എങ്ങനെയാണ് കൊണ്ടുപോയിരുന്നത്? ഞാൻ ഒരുവിധ സബ്ജക്ട്സ് ഒക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒരു വട്ടം ആ ക്ലാസ് എടുത്ത ദിവസം വായിക്കും, അത് കഴിഞ്ഞ് ക്ലാസ്സിന്റെ ഇടയിൽ 2 ദിവസം ഗ്യാപ്പ് ഉണ്ടാവില്ല, ആ ഗ്യാപ്പിൽ വീണ്ടും ഒന്നും കൂടെ വായിക്കും, PCT എഴുതും, PYQs സോൾവ് ചെയ്യും, കുറച്ച് ക്യൂ ബാങ്ക് സോൾവ് ചെയ്യും. അങ്ങനെ ഇതായിരുന്നു എന്റെ ക്ലാസ് ഉള്ള സമയത്ത്. ചില സബ്ജക്ട്സിന് അധിക സമയം കിട്ടില്ല, അപ്പൊ പെട്ടെന്ന് ഒരു 1 റീഡ് അല്ലെങ്കിൽ 1.5 റീഡ് എന്നുള്ള പോലെ നിർത്തും. അത് കഴിഞ്ഞ് ഇൻ ബിറ്റ്വീൻ ഒരു മേ ബി ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഗ്യാപ്പ് ഒക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. എന്റെ അടുത്ത് ഇപ്പൊ പിള്ളേർ ഇങ്ങനെ ചോദിക്കും, അപ്പൊ ഞാൻ അത്ര അങ്ങനെ പറ്റിയിട്ടില്ല. എനിക്ക് അതിന്റെ ഒരു ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവസാനത്തേക്ക് തോന്നി ആ സമയമൊക്കെ അങ്ങനെ ചെയ്യായിരുന്നു ചില ടഫ് സബ്ജക്ട്സ്. ഓക്കെ, അപ്പൊ സ്റ്റിൽ ചിലപ്പോൾ അത് ചെയ്യാത്ത ആളുകൾ തന്നെ കണ്ടുകൊണ്ടിരിക്കണോ, അവർക്ക് സ്റ്റിൽ മോട്ടിവേറ്റിംഗ് ആണ് ഫർദർ ആയിട്ടുള്ള സമയത്ത് ഇതേമാതിരി ചെയ്യണം. പിന്നെ എങ്ങനെ അഗ്രസീവായി? പിന്നെ ജനുവരി ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. അതുവരെ പിന്നെയും കുറെ ഫ്ലക്ച്വേഷൻസ്, ചില ദിവസം പഠിക്കില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് അടിക്കാനൊക്കെ നല്ലോണം. പിന്നെയാണ് ക്ലാസ് കഴിഞ്ഞ ശേഷം പിന്നെ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. ഒരു ടൈം ടേബിൾ ഇട്ടു, ഇത്ര ഇപ്പൊ ഫസ്റ്റ് റിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു 40 ഡേയ്സ്, മാക്സിമം ഒരു 30 to 45 എന്നുള്ളതാ പറഞ്ഞത്. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സബ്ജക്റ്റിന് ഇത്ര ദിവസം വെച്ചൊരു ടൈം ടേബിൾ ഇട്ടു, ബഫർ ഡേയ്സ് ഇട്ടു. GTസിനുള്ള ബഫർ ഡേയ്സ് ഇമ്പോർട്ടന്റ് അല്ലേ? ബഫർ ഡേയ്സ് ഇമ്പോർട്ടന്റ്. നമ്മൾ വിചാരിച്ച മാതിരി എങ്ങനെ ഇമോഷണലി പോയിക്കൊള്ളുന്നില്ല. ഇടയ്ക്ക് അങ്ങ് ഡൗൺ ആവുമ്പോൾ ഇരുന്ന് കരയാൻ 1-2 ദിവസം വേണ്ടി വരും. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മാറ്റി വെക്കാം. അങ്ങനെ പിന്നെ GT എഴുതണ ദിവസം അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ടൈം ടേബിൾ ഇട്ടിരുന്നു. അത് പരമാവധി ഒക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് റീഡ് അതുപോലെ 30 ദിവസം, 25 തൊട്ട് 30 ദിവസത്തിന്റെ ഉള്ളിൽ സെക്കൻഡ് റീഡ്. അങ്ങനെ ദിവസങ്ങൾ കുറച്ച് നമ്പർ ഓഫ് സൈക്കിൾസ് ഇങ്ങനെ കൂട്ടി. ലാസ്റ്റത്തെ ഒരു 90 സബ്ജക്ട് തീർക്കാൻ എത്ര സമയം? ലാസ്റ്റ് ഒരു 7 ദിവസം എന്നൊക്കെ പറയുമായിരുന്നു. എനിക്ക് അത്രയ്ക്കും കുറയ്ക്കാൻ പറ്റിയിട്ടില്ല. 10 ദിവസം കൊണ്ട് 19 സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഒരു സബ്ജക്ട് ഒക്കെ വായിക്കുമ്പോൾ എത്ര സമയം എടുക്കുമായിരുന്നു? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ഇമ്പോർട്ടന്റ് ഒക്കെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. PYQ എന്നുള്ളത് സ്റ്റാറും ഹൈലൈറ്ററും ഒക്കെ ഇട്ട് നമുക്കറിയാം ഇന്ന സ്ഥലങ്ങൾ ഫോക്കസ് ചെയ്യണം. അപ്പൊ നമ്മൾ ക്വിക്കായിട്ട് ഇങ്ങനെ മറിച്ച് വിടലാണ്, അല്ലാണ്ട് എല്ലാ പോയിന്റും പിന്നെയും വായിക്കാൻ ഉള്ളത് പോസിബിൾ അല്ല. നോക്കുന്നുണ്ടായിരിക്കും, വായിക്കാൻ സമയം കിട്ടാം. ഓക്കെ, എന്നിട്ട് എത്ര സമയം എടുക്കുമായിരുന്നു അന്ന് ഓരോ സബ്ജക്റ്റ് ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ? ലാസ്റ്റ് ഇപ്പൊ എനിക്ക് ഏറ്റവും ഓർമ്മ മൈക്രോ 2 മണിക്കൂറുണ്ട്. 2 മണിക്കൂറുണ്ട് മൈക്രോ തീർക്കാൻ പറ്റും. വേറെ സബ്ജക്റ്റിന് അതേപോലെ എക്സാമ്പിൾ അനാറ്റമി അത് പിക്ചർ ബേസ്ഡ് ആയിരുന്നു കൂടുതലും. അതും പെട്ടെന്ന് ഇപ്പൊ ഒരു 6 to 8 hours ടൈം കൊണ്ട് അനാറ്റമി വേഗം മറിച്ചു വിടാം. അങ്ങനെ ഫ്ലോ ചാർട്ടും അല്ല, ബേസിക്കലി ഇവര് ഏത് ടൈമിലേക്കാണ് എത്തിച്ചേരേണ്ടതെന്നുള്ള ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ തന്നെ ടൈം പറയിച്ചത്. ഇപ്പൊ നോക്കുമ്പോ ഭയങ്കര കൂടുതലായിരിക്കും, തീരെ പോസിബിൾ എല്ലാം തോന്നും അല്ലെ? ചെയ്തന്നെ ഇപ്പൊ ഇരുന്ന് തള്ളുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരെന്തോ ഒരു പ്രത്യേക, എനിക്കും ഇങ്ങനെ ഇന്റർവ്യൂ കാണുമ്പോൾ തോന്നാറുണ്ടായിരുന്നു ഇത് ഇയാള് പ്രത്യേക എന്തോ ഒരു ജീവി ആയിരിക്കും, അതാണ് 6 മണിക്കൂർ കൊണ്ടൊക്കെ അനാട്ടമി തീർക്കുന്നത്, അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് മൈക്രോ തീർക്കുന്നതൊക്കെ പറയുമ്പോ അത് നിവൃത്തിക്കൊണ്ട് അങ്ങനെ ആയി പോകുന്നതാണല്ലേ? അതെ, വേറെ വഴിയില്ല. നമുക്ക് 7 സബ്ജക്ട് കണ്ടു തീർക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് 19 സബ്ജക്ട് കൊണ്ട് 7 ദിവസം കൊണ്ട് 7 ദിവസം കൊണ്ട് 90 സബ്ജക്ട് തീർക്കാം. അതിന് കൂടെ തന്നെ MCQ ചെയ്യേണ്ടിയല്ലേ? MCQ അത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു ടച്ച് പോയ പോലെ. അപ്പൊ അതിങ്ങനെ കുറച്ചെങ്കിലും ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാന്നുള്ളത് അല്ലേ? ഇപ്പോൾ ഈ വർഷത്തേക്ക് പ്രിപ്പയർ ചെയ്യും, മേ ബി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഒരു പ്രധാനമായിട്ട് സ്ട്രെസ്സായി പറയാൻ പറ്റുന്നത് മേ ബി നിങ്ങളെ ബാച്ച്മേറ്റ്, നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഫ്രണ്ട് ഇവിടെ ഉണ്ട്, ഒരു ഓൾറെഡി റാങ്ക് ഒക്കെ കിട്ടി, PG കയറാൻ പോകുന്നതാണ്. അപ്പം നിങ്ങൾ ഫ്രണ്ട് വേറെ ആളുണ്ട് വിചാരിക്കുക, ഈ വർഷം എഴുതാൻ പറ്റില്ല, അവരോട് കൊടുക്കാൻ പറ്റുന്ന ഷോർട്ടായിട്ട് എന്ത് ഉപദേശം കൊടുക്കും? ഉപദേശം എന്നല്ല, ഒരു കാര്യം നമ്മൾ സ്വന്തം ബിലീവ് ചെയ്യുക, നമ്മളെ തന്നെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന 100% ഹാർഡ് വർക്ക് ഇടുന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോൾ ചിലപ്പോൾ ഉറക്കൊന്നും വരില്ല, ടെൻഷനൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റി വെക്കുക. നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക. മെയിനായിട്ട് ട്രസ്റ്റ് ദ പ്രോസസ്, ഹാർഡ് വർക്ക് ചെയ്യുക. അതിൽ വേറെ വഴിയില്ല. നമുക്ക് ഈ ഒരു വർഷം നമ്മൾ ചെയ്തേ പറ്റും. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലോണം പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. സ്ട്രെസ് ഒക്കെ വരികയാണെങ്കിൽ നല്ലോണം സംസാരിക്കുക. പിന്നെ മൾട്ടിപ്പിൾ ആയിട്ട് മടുക്കും
എന്തായാലും അടുപ്പൊക്കെ വരും ഒരേ സാധനം പിന്നെ വായിക്കുമ്പോൾ. പക്ഷെ പുഷ് ത്രൂ ചെയ്യുക, ഇതന്നെ വായിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഡ്രീം ബിഗ്, ഇന്നൊരു റാങ്ക്, ഒരു 2 ഡിജിറ്റോ 3 ഡിജിറ്റോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ട ഒരു റാങ്കും ഒരു ബ്രാഞ്ചും ഓൾറെഡി മനസ്സിലുണ്ടാക്കി വെക്കും. എനിക്കൊരു വിഷൻ ബോർഡ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ അത് നോക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അതിലെന്താ റാങ്ക് എഴുതിച്ചിരുന്നേ പറയോ? എന്റെ ഫോണിലുണ്ട് വിഷൻ ഇപ്പോഴുണ്ടോ? ഇതിലൊരു ഇത് 12 hours എങ്കിലും മിനിമം പഠിക്കണം, അല്ലെങ്കിൽ ഒരു 2 ഡിജിറ്റ് റാങ്ക്. എന്റെ മനസ്സിൽ ഇതായിരുന്നു എന്റെ റാങ്ക്. പിന്നെ എനിക്ക് വേണ്ട കോളേജും ബ്രാഞ്ചൊക്കെ ഇത് എയിംസ്. ഇതിപ്പോ എത്ര മുന്നേ കീപ്പ് ചെയ്താ? ഇത് ഞാൻ ജനുവരിയിൽ ക്ലാസ് കഴിഞ്ഞിട്ട് 1 വർഷം മുന്നേ ഇതിൽ കാണാൻ നോക്കിയല്ലേ? 1 വർഷം മുന്നേ കീപ്പ് ചെയ്ത DP ആണ്. അതിൽ റാങ്ക് ഉണ്ട്, കോളേജ് ഉണ്ട്, സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. താങ്ക്ഫുൾ, ഗ്രേറ്റ്ഫുൾ, ബ്ലസ്ഡ്. അല്ല, അത് കീപ്പ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ എത്രത്തോളം ഒരു കാര്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ഇരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു കാര്യങ്ങളാണ്. ബാക്കിയുള്ളവർക്കും കാണുന്നത് എന്താ വെച്ചാൽ ഫോളോ ചെയ്യാൻ പറ്റും അല്ലേ? ഞാൻ ടാബിലും ഫോണിലൊക്കെ ഇതിങ്ങനെ ഇട്ട് വെച്ചായിരുന്നു. എപ്പോഴും ഇങ്ങനെ എല്ലാ സ്ഥലത്തും തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ നോക്കാൻ വേണ്ടി. അപ്പൊ 12th റാങ്ക് എക്സ്പെക്ട് ചെയ്ത് തന്നെ മൂവ് ചെയ്ത്, അല്ലാണ്ട് വെറുതെ കിട്ടുന്നൊന്നും അല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു 2 ഡിജിറ്റ് റാങ്കും പിന്നെ ഒരു 12 hours a day മിനിമം. ഞാൻ ഇങ്ങനെ ആൾക്കാർ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനൊരു മടിയാണ്. 2 ഡിജിറ്റ് റാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ തള്ളലാവും? ആരോടും പറഞ്ഞില്ലായിരുന്നു? ആരോടും പറഞ്ഞിട്ടില്ല. ഞാനിത് 12 hours a day. ഇടയ്ക്ക് ഫ്രണ്ട്സ് കാണുമ്പോൾ ചോദിക്കുന്നത് 12 hours a day പഠിക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. 12 മാസമെന്ന് പറയാത്ത വയ്യ. ഓക്കെ, എന്നാൽ ഫൈനലി പറയാണ് എന്ത് ചെയ്യണ്ടെന്ന്. ഇപ്പോൾ കുറേ ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ ഡിസ്കസ് ചെയ്തിട്ട് ഒഴിവാക്കായിരുന്നു തോന്നിയ കാര്യം, അല്ലെങ്കിൽ മിഡ് ഓഫ് ദി ഇയർ ഒഴിവാക്കിയ കാര്യം മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ഒരേ സബ്ജക്റ്റിന് റെഫർ ചെയ്യുന്നത്. നമുക്ക് പല ഫ്രണ്ട്സും പല പ്ലാറ്റ്ഫോമിൽ ഇത് അടിപൊളിയാ അത് അടിപൊളിയാന്നൊക്കെ പറയും. അങ്ങനെയൊന്നും നോക്കണ്ട. ഒരു പ്ലാറ്റ്ഫോം, ഒരു സബ്ജക്റ്റ്, ഒരു ഫാക്കൽറ്റി, അങ്ങനെ തന്നെ പോവാം. ആ ഒരു കാര്യം. പിന്നെ എല്ലാ ക്യൂ ബാങ്കിലെ എല്ലാ മൊഡ്യൂളും ഞാൻ സോൾവ് ചെയ്ത് തീർക്കും. എല്ലാ ക്വസ്റ്റിനും ഞാൻ ഫുള്ള് അറുത്ത് മുറിച്ച് അനലൈസ് ചെയ്യും. അതും ഭയങ്കര മണ്ടത്തരായിരുന്നു. അതിന് അത്രയും സമയം കൊടുക്കരുത്. പെട്ടെന്ന് ക്വിക്കായിട്ട് ക്വസ്റ്റ്യൻസ് മാറി പോകണം. ഓപ്ഷൻസ് നമ്മൾ പെട്ടെന്ന് വായിച്ചൊരു കൺക്ലൂഷൻ എത്തണം. ഇതാണ് അവസാനത്തേക്ക് വേണ്ടത്. സ്പീഡ് ബിൽഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ പക്ഷെ അത് കുറേ പേര് ചോദിക്കുന്നത് ഇങ്ങനെ തന്നെ ചോദിക്കും. എനിക്ക് ആൻസർ അറിയാം, നല്ല ചോദിക്കുന്നതാണ്. അത് എങ്ങനെ അങ്ങനെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ മനസ്സിലാവുമോ? അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ വ്യക്തമായി ഡിസെക്ട് ചെയ്ത് മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ പോകുന്നത് നല്ലത്? ആദ്യം ഞാൻ അതാണ് നല്ലതെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് ഓരോ ഓപ്ഷനെയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോയി അങ്ങനെ റൂൾ ഔട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയിരുന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ ഒരേ ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ടൈംസ് പിന്നെയും വരും. അത് നമ്മുടെ കസ്റ്റം മൊഡ്യൂൾ ഇടുമ്പോൾ അപ്പൊ നമ്മൾ ഒരേ സാധനം പിന്നെ തെറ്റിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ അല്ല ഇതല്ല, എന്തുകൊണ്ടാണ് തെറ്റുന്നതെന്നുള്ളത് അനലൈസ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. നമ്മൾ കുറെ ഇരുന്ന് വായിച്ച് കൂടുതൽ ഇൻഫർമേഷൻ നമ്മുടെ തലേക്ക് വരും, കൂടുതൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും എന്നല്ലാണ്ട് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാനായിട്ട് പെട്ടെന്ന് ബ്രഷ് ചെയ്ത് പോകുന്നേ നല്ലതെന്നാണ് എനിക്ക്. ഓക്കെ, അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. കുറേ പേർക്കുള്ള ഇങ്ങനെ തന്നെയുള്ള കൺഫ്യൂഷൻസാണ്. കാരണം അങ്ങനെ ക്ലാരിറ്റി ഉണ്ടാക്കി വളരെ ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിലൊരു ക്ലാരിറ്റി ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ സംഭവിക്കുന്ന കാര്യം വെച്ചാൽ ക്ലാരിറ്റി അവിടെ ഉണ്ടാവും. ആ ഒരു സബ്ജക്റ്റ് മാത്രം നമ്മൾ ഡീൽ ചെയ്യുന്നെങ്കിൽ, ഒരു 4-5 സബ്ജക്റ്റ് മാത്രം ഡീൽ ചെയ്യുന്നത് അത് ഓക്കെയാണ്, ആ ഒരു മെത്തേഡ് ഓക്കെയാണ്. ബട്ട് 19 സബ്ജക്റ്റിലേക്ക് പോകുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ ഓരോന്ന് ഓർത്തെടുക്കേണ്ട ആവശ്യം വരും, റെസ്പോൺസിബിലിറ്റി വരും. ഇതൊന്നും ഓർക്കേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമേറ്റഡ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു പ്രോസസ് ആയിക്കോളും. 19 സബ്ജക്റ്റും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ കുറെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് വരും. അപ്പോൾ ഒരു സബ്ജക്ട് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അവസാനത്തേക്ക് വേറെ ഏതെങ്കിലും സബ്ജക്റ്റിന്റെ ഒരു ഇൻപുട്ടിൽ നിന്ന് ആൻസർ കിട്ടും. സൈഡിലൂടെ പോയ ഒരു ഇൻഫർമേഷൻ എന്തെങ്കിലും കോറിലേറ്റ് ചെയ്ത് ഉത്തരം വരും. ചില സമയത്ത് നമ്മൾ സെല്ലുലാർ ലെവലിൽ ആലോചിക്കുമ്പോൾ, ചിലത് ടിഷ്യൂ ലെവലിൽ ആലോചിക്കുമ്പോൾ ഒക്കെ ആൻസർ വരും എന്നുള്ള, ചില ബയോകെമിക്കൽ ലെവലിൽ ആലോചിക്കുമ്പോഴൊക്കെ ഓരോന്നിൻ്റെ ആൻസർ അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിന് ക്യുക്ക് തന്നെ വേണം. ഈ ക്യുക്കായിട്ട് പോവുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് അത് ക്യുക്കായിട്ട് തന്നെ കൊണ്ടുപോകേണ്ടത്? ക്വസ്റ്റ്യൻ റീഡിങ്ങും അല്ലെങ്കിൽ കാര്യങ്ങളും അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഒരു സബ്ജക്റ്റിന് ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ എന്നുള്ളത് ഒരു ആദ്യം ടാർഗറ്റ് വെക്കുക. പിന്നെന്ന് വെച്ചാൽ ഓരോ 2 hours നമ്മൾ എത്ര ചെയ്യും, എത്ര ടോപ്പിക് അല്ലെങ്കിൽ എത്ര പേജ് നമ്മൾ വായിച്ചു തീർക്കും. എപ്പോഴും ഒരു ടാർഗറ്റ്സ് വെച്ച് പോവുക. നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഒരു വൈഡ് ആയിട്ട് വെച്ചിട്ട് ഒരാഴ്ചയിൽ ഞാൻ ഇന്ന സബ്ജക്ട് അങ്ങനെ വെച്ചാൽ അവസാനത്തേക്ക് നടക്കില്ല. എപ്പോഴും ടൈം ബൗണ്ട് ആയിട്ടുള്ള ടാർഗറ്റ്സ് വെച്ച് അപ്പോഴാണ് നമ്മൾ സ്പീഡ് എങ്ങനെ ടൈമർ വെക്കും. ഞാൻ ഇങ്ങനെ 1 മണിക്കൂർ ആകുമ്പോൾ ടൈമർ, അങ്ങനെ ഓരോ ടൈമർ. എന്താണ് തോന്നിയിരിക്കുന്നത്? ഇൻഫർമേഷൻ നമ്മളിങ്ങനെ കുറേ ഇൻഫർമേഷൻ ബിൽഡ് ചെയ്യുന്ന, കുറേ റുട്ടീൻ ബിൽഡ് ചെയ്യുക, നമ്മളൊന്ന് ഫാസ്റ്റ് ആക്കി എടുക്കുക എന്നുള്ള പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. കണ്ടന്റ് കുറേ പഠിക്കണേക്കാട്ടും കുറച്ച് കണ്ടന്റ് മൾട്ടിപ്പിൾ ടൈംസ് പഠിക്കുക, ഒരു ഡിസിപ്ലിനിൽ ഇങ്ങനെ പോവുക, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് പതുക്കെ ഡെവലപ്പ് ചെയ്യുക. അതാണ് മെയിനായിട്ട്. അത് റിലേറ്റഡ് ആയതുകൊണ്ട് കൂടി ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ തുടക്കത്തിൽ ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ സമയത്തൊക്കെ ചെയ്യുന്ന പല പോയിന്റോ ക്വസ്റ്റ്യൻസോ നമ്മൾ നോട്ടിലൊന്നും ഇല്ലാത്ത മാതിരി ഫീൽ ചെയ്യും, അല്ലെങ്കിൽ അത് വെച്ച് റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത മാതിരി ഫീൽ ചെയ്യും. അപ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? എഴുതി വെക്കണോ, അല്ലെങ്കിൽ എഴുതി വെക്കാതെ നമ്മൾ എങ്ങനെ ഇൻഹിബിറ്റ് ചെയ്യും?
ആദ്യമൊക്കെ എഴുതി വെക്കാന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോൾ അതിന് മാത്രം ഒരു 2-3 ബുക്ക് വേണ്ടി വരും എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ പിന്നെ പതുക്കെ PYQ ആണെങ്കിൽ എന്തായാലും ബുക്ക് മാർക്ക് ചെയ്യും, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പലവട്ടം പിന്നെ സെയിം ക്വസ്റ്റ്യൻ തെറ്റിക്കണോ അല്ലെങ്കിൽ കുറേ വട്ടമായി ഇപ്പം നമ്മുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സും പറഞ്ഞിട്ടുള്ള ടോപ്പിക്കൊക്കെ ആണെങ്കിൽ ബുക്ക് മാർക്ക് ചെയ്യും, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും. ഓക്കെ ഓക്കെ, ഒന്നുമില്ലാണ്ട് സ്കിപ്പ് ചെയ്യാം. പിന്നെ വേറെ സമയത്ത് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ടോപ്പ് റാങ്കിന് വരുമ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുമ്പോൾ ഒരു ഫോമോ വരുമോ, എങ്ങനെയാണ്? GT ചെയ്യുമ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാറില്ല. ഞാൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അറിയില്ലെങ്കിൽ എന്തെങ്കിലും കുത്തി വിടും, പിന്നെ നോക്കും എന്താണ്. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും എഴുതി വെക്കാൻ അങ്ങനെയൊന്നും നിൽക്കാറില്ല. ഓക്കെ, ഇൻ ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരു പെർഫെക്ഷനിസ്റ്റ് നോക്കാണ്ട് നമ്മളെല്ലാ ഇൻകാപ്പബിലിറ്റീസും ഇമോഷണൽ ഡൗൺസും ഒക്കെ ഉണ്ടാവുന്ന ഒരു റോളർ കോസ്റ്ററാണ്. നമ്മൾ കീപ്പ് ഓൺ മൂവിങ്, കുറേ ക്വസ്റ്റ്യൻസും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കേണ്ട അതാണോ ഇതാണോ, നമ്മൾ ആ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്ത് ആ പ്രോസസ്സിലൂടെ അങ്ങ് കടന്നു പോകുക എന്നുള്ളതാണ്. പോസിറ്റീവ് ആയിരിക്കാൻ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ പണ്ടൊക്കെ ഒരു പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് സന്തോഷം വരില്ല. അപ്പോൾ അതിനിടയിൽ പോസിറ്റീവ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു ആർട്ടാണ്. അതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കഴിവ് വേണം പോസിറ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉഷാറായി പോസിറ്റീവായി പഠിക്കാൻ പറ്റട്ടെ. അതേപോലെ RD ഉഷാറായിട്ട് 2 വർഷം പഠിക്കാൻ പറ്റട്ടെ എന്ന് സോ ഇനി 2 വർഷം അല്ല 3 വർഷം തന്നെ ഉണ്ടല്ലേ. PG സ്പെഷ്യാലിറ്റി എന്തെങ്കിലും നോക്കുമോ? വലിയ ആഗ്രഹം ഒന്നുമില്ല, ആദ്യം ഇതൊന്ന് ജീവിച്ചു. സമാധാനം. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.